3 വർഷം മുൻപ് 15 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ പിടിയിൽ. വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് സ്വദേശി 24-കാരൻ ധനുഷ് ആണ് പിടിയിലായത്. പ്രണയം നടിച്ചാണ് കുട്ടിയെ പീഡിപ്പിച്ചതെന്ന് പോലീസ്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം അപ്ലയൻസസുകൾക്ക് ഇനി വണ്ടിപ്പെരിയാറിൽ പുതിയ പേര്. സെൽ പോയിന്റ് ഹോം അപ്ലയൻസസ്, സെൻട്രൽ ജംഗ്ഷൻ, വണ്ടിപ്പെരിയാർ. 18 വർഷക്കാലം മൊബൈൽ ഫോൺ വിപണന രംഗത്ത് ജനഹൃദയങ്ങൾ കീഴടക്കിയ സെൽ പോയിന്റിൽ ഹോം അപ്ലയൻസസുകളുടെ അതിവിശാലമായ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ലോകോത്തര നിലവാരമുള്ള പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഫാൻ, AC, എയർ കൂളർ തുടങ്ങി ഹോം അപ്ലയൻസസുകളും ക്രോക്കറി ഐറ്റംസ്, സ്റ്റീൽ പാത്രങ്ങൾ കൂടാതെ ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി തുടങ്ങിയ ബ്രാൻഡഡ് കമ്പനികളുടെ മൊബൈൽ ഫോണുകളും ഇപ്പോൾ ഒരു കുടക്കീഴിൽ. പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അതിവിപുലമായ ഓഫറുകളും നിങ്ങൾക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം 0 ഡൗൺ പേയ്മെന്റിൽ EMI-യിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനും സൗകര്യം. ഇനി വണ്ടിപ്പെരിയാറിൽ ഹോം അപ്ലയൻസസുകൾക്ക് ഒരേ ഒരു പേര്. സെൽ പോയിന്റ് ഹോം അപ്ലയൻസസ്, അസംഷൻ ദേവാലയത്തിന് എതിർവശം, സെൻട്രൽ ജംഗ്ഷൻ, വണ്ടിപ്പെരിയാർ. വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് എസ്റ്റേറ്റ് ലയത്തിൽ താമസിക്കുന്ന ധനുഷ് 24-ന് എതിരെയാണ് 3 വർഷം മുൻപുള്ള പരാതി ഉയരുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുമായി ധനുഷ് അടുപ്പത്തിലായിരുന്നു. അപ്പോൾ കുട്ടിക്ക് 15 വയസ്സ്. തുടർന്ന് പ്രണയം നടിച്ച് ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തു. പിന്നീട് മറ്റൊരാളുമായി ഇയാൾ പ്രണയത്തിലാവുകയും പീഡനത്തിന് ഇരയായ പെൺകുട്ടിയെ ഉപേക്ഷിക്കുകയും ചെയ്തു. സംഭവം കഴിഞ്ഞ് 3 വർഷം ആകുമ്പോൾ വീണ്ടും ഇയാൾ പെൺകുട്ടിയുടെ വീടിന്റെ അടുത്ത് എത്തുകയും വിവരങ്ങൾ ആരായുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട പെൺകുട്ടി വീണ്ടും പീഡനത്തിന് ഇരയാകേണ്ടി വരും എന്ന ഭയത്തിനാൽ വീട്ടുകാരെ വിവരമറിയിക്കുകയും വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തു. കുട്ടികൾക്കെതിരായ അതിക്രമം കുറ്റം ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പീരിമേട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ അമൃത സിംഗ് നായക്, സബ് ഇൻസ്പെക്ടർ TS ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.